ദിവസം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ടൗണിൽ ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. അങ്ങനെ പോയപ്പോൾ അടുത്തൊരു ബാറുണ്ട്, അതിൻ്റെ മുമ്പിൽ കൂടിയാണ് പോയപ്പോൾ ഒരു ബാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കവി ഒരു കവിത ചൊല്ലുന്നത് കേട്ടു. അത് ആശാൻ ഫുള്ളടിക്കുന്നു, ശിഷ്യൻ കാലടിക്കുന്നു എന്ന് പുള്ളി ഉറക്കെ ഈണത്തിൽ ഉരുവിട്ടുകൊണ്ട് വേച്ച് വരുന്നതും കണ്ടു. കണ്ണടിച്ച് താഴെ വീഴുന്ന് കിടക്കുന്നതും കണ്ടു. അത് കണ്ട് ഞാൻ കുറച്ച് ദൂരം കൂടി അങ്ങ് ചെന്നപ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടു. എന്നാൽ അവിടെ നിന്ന് ബസ്സിന് കയറി വീട്ടിലോട്ട് പോകാം, സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പഴയ ഒരു പരിചയക്കാരൻ്റെ മോൻ, അവനും ബസ് കയറാൻ ഇങ്ങോട്ടോ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവൻ വിദ്യാർത്ഥിയാണ്, ട്യൂഷനോ മറ്റോ വന്നതായിരിക്കും. എന്തായാലും ഞാൻ അവനോട് ചില കുശല പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ചു, എന്തെടുക്കുന്നു എന്നുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ കണ്ടാൽ ഒരു മുടിയൊക്കെ നീട്ടി പഴയ ഛത്രപതി ശിവാജിയുടെ പോലെ കുടുംബയെല്ലാം കെട്ടി, താടിയാണെങ്കിൽ നമ്മുടെ മെത്രാച്ചന്മാർ തിരുമേനിമാരൊക്കെ തോറ്റുപോകും, അത്രയും നീണ്ട താടിയും വളർത്തി വീശയും കണ്ടാൽ പേടിച്ചു പോകും. ഞാൻ ഇവരോട് ചോദിച്ചു, മോനെ നീ എന്താ ഈ താടി വടിക്കാതെയും മുടി വെട്ടാതെയും കണ്ടാലൊരു പാക്ക് ഭീകരനെ പോലെ തോന്നുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഉത്തരം വന്നു കഴിഞ്ഞു. എൻ്റെ കർണ കുടമടിച്ചു പോകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കർത്താവ് യേശു തല മൊട്ടയടിച്ചാണോ നടന്നത്? അദ്ദേഹം താടി ക്ലീൻ ഷേവായിരുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ജീവനും കൊണ്ട് ഓട്ടോയിൽ കയറി വീടെത്തി കപ്പ പുഴുങ്ങിയതും കഞ്ഞിയും കുടിച്ച് സ്വസ്ഥമായി. ഇത് പറയാൻ കാരണം ഇപ്പോഴത്തെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീർന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് ഉപദേശിക്കാനുള്ള അർഹതയില്ലെന്ന് തോന്നുന്നു. കാരണം ആ കുട്ടി പറഞ്ഞതുപോലെ കർത്താവ് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി വിരുന്നിന് വന്നവരെ കുടിപ്പിച്ച് ഉമോന്മതരാക്കി പൂസാക്കി വിട്ടു എന്നിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഈ കുട്ടി പറഞ്ഞതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൻ ഇതിലോട്ട് വരും, പിടിച്ചു കയറി. അത്രയും കേൾക്കാനുള്ള മനസ്ഥിതിയില്ലാത്ത കാരണം ഞാൻ വേഗം സ്കൂട്ടായി.